സംസ്ഥാനത്ത് കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ തന്നെ എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്, അതായത് അതിതീവ്രമായ മഴ സാധ്യതയാണ് ഉള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, തീവ്രമഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണം. ഐഷത്തുൽ ഷംനയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷംന, കാലവർഷം എത്തുന്നതേയുള്ളൂ, പക്ഷേ അതിനു മുമ്പ് തന്നെ കനത്ത മഴയാണ് കേരളത്തിൽ ഉടനീളം ലഭിച്ചത്. പക്ഷെ നേരിയ ശമനമുണ്ട് എന്നാണ് എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് തരത്തിൽ ആയിരിക്കും കാലവർഷം കേരളത്തിലേക്ക് എത്തുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എത്രത്തോളം ശക്തമായ മഴ ലഭിക്കും എന്നാണ് സൂചന? അഭിലാഷ്, കഴിഞ്ഞ 15 വർഷത്തിനിടെ ആദ്യമായാണ് കാലവർഷം ഇത്ര നേരത്തെ കേരളത്തിൽ എത്തുന്നത്. അത് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആദ്യം തെക്കൻ കേരളത്തിൽ കാലവർഷം എത്തിയതിനു ശേഷം പിന്നീട് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ കാലവർഷം അങ്ങനെയല്ല. വടക്കൻ കേരളത്തിലാണ് ആദ്യം തീരം തൊടുന്നത്. അതിനുശേഷമാണ് മറ്റ് ജില്ലകളിലേക്ക് കാലവർഷം വ്യാപിക്കുന്നതും. അതുതന്നെയാണ് ഇത്തവണത്തെ മൺസൂണിന്റെ കാലവർഷത്തിന്റെ പ്രത്യേകതയും. എന്തായാലും ഇത്തവണ കൂടുതൽ മഴ ലഭിക്കും, മിന്നൽ പ്രളയത്തിന് വരെ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. അതായത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴയുണ്ടാകും, കൂടുതൽ മഴ ലഭിക്കും എന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം എത്താൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ ലഭിക്കുന്നത് ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെട്ട മഴയും അതുപോലെ ഈ വേനൽ മഴയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അളവ് കൂടുതലാണ്. സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് ഇത്തവണ ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നത്തെ ഒരു അലേർട്ടുകൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കൊക്കെ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക്, പത്തനംതിട്ട ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് മുഴുവൻ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മാത്രവുമല്ല, ഇന്ന് മഴയിൽ ചെറിയ ശമനമുണ്ട്. വടക്കൻ കേരളത്തിൽ മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം നാളെ അത് മലപ്പുറം മുതലുള്ള ജില്ലകൾക്ക് റെഡ് അലർട്ടാണ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ നാളെ റെഡ് അലർട്ടാണ്. പിന്നീട് അതിനടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. ഇങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. ഇതാണ് നിലവിലെ ഒരു സാഹചര്യം. അപ്പോഴും ഓർക്കേണ്ടത് ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴ മാത്രമാണ്, അല്ലാതെ കാലവർഷ മഴയല്ല. അതാണ് ഇത്ര ശക്തമായി പെയ്യുന്നത് എന്നതാണ് സാഹചര്യം. ഒപ്പം ഈ വേനൽ മഴയോടുകൂടി ഇനി കാലവർഷം കൂടി അടുത്ത മണിക്കൂറുകളിൽ കേരള തീരം തൊടുമ്പോൾ കൂടുതൽ മഴയായിരിക്കും, അതിശക്തമായ മഴയായിരിക്കും ലഭിക്കുക എന്നതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടത്. ഇതിപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു എന്നതാണ് സാഹചര്യം. മധ്യകിഴക്കൻ അറബിക്കടലില് വടക്കൻ കർണാടക, ഗോവ തീരത്തിന് മുകളിലായാണ് ഈ ന്യൂനമർദ്ദം ഉണ്ടായിരുന്നത്. ഇത് വരും മണിക്കൂറുകളിൽ തന്നെ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. അതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ന്യൂനമർദ്ദം കൊണ്ട് കേരളത്തിലും ഒപ്പം തമിഴ്നാട്, കർണാടക മേഖലകളിൽ ഉൾപ്പെടെ അതിതീവ്ര മഴയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. അതിനു പുറമെയാണ് ഈ കാലവർഷം എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യവും. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ മഴക്കാലം ആദ്യം എത്തുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. ഒപ്പം വടക്കൻ കേരളത്തിൽ രാത്രികാലങ്ങളിൽ അതിശക്തമായ കാറ്റിന് കൂടി സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രികാല യാത്രകൾ പ്രത്യേകിച്ച് ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാല സാധ്യതയുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി മഴ എത്തുന്നതിന് മുൻപേ അല്ലെങ്കിൽ മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തവണ വരുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് ഇന്നത്തെ റെഡ് അലർട്ടുകൾ 2 ജില്ലകളിൽ മാത്രമാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ജില്ലകളിലേക്ക് കൂടി വ്യാപിക്കുന്നു. വടക്കൻ കേരളത്തിന് പുറമെ മറ്റ്
ജില്ലകൾക്ക് കൂടി മധ്യ കേരളത്തിൽ ഉൾപ്പെടെ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ചുരുങ്ങിയ സമയത്തായിരിക്കും മഴ പെയ്യുക. അതിനുശേഷം ചിലപ്പോൾ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകാം, വെയിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന വളരെ ചുരുങ്ങിയ സമയത്തുണ്ടാകുന്ന മഴ, അത് കൂടുതലായി മഴ ലഭിക്കും, ശക്തമായ മഴയായിരിക്കും, അതിശക്തമായ കാറ്റുണ്ടാകും എന്ന മുന്നറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. അഭിലാഷ്, യെസ്, അതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന്റെ മഴ ലഭ്യതയിൽ കാതലായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം എന്നത് പരക്കെ ലഭിക്കുന്ന രീതി മാറിയിരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വലിയ തോതിൽ മഴ ഒരു പ്രത്യേക പ്രദേശത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നത്, വെള്ളക്കെട്ടുകൾ കൂടുതലായി രൂപപ്പെടുന്നത്. മഴയുടെ ലഭ്യതയിൽ മാറ്റമുണ്ടാകുന്നു, മഴയുടെ രീതികളിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്തായാലും കാലവർഷം എത്തുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ ഉണ്ടാകേണ്ട സമയമാണ്. നെയ്യാറ്റിൻകരയിലും കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയാണ് ലഭിച്ചത്. അവിടെയും വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായി തന്നെ മരങ്ങൾ കടപുഴകി വീണിരുന്നു. നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. നെയ്യാറ്റിൻകര ഉൾപ്പെടുന്ന പ്രദേശത്തും ഏത് തരത്തിലായിരുന്നു മഴ ബാധിച്ചത്? അഭിലാഷ്, ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു മഴ ശക്തമാകുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി കാറ്റ് വീശുകയായിരുന്നു. തുടർന്ന് മഴയിലേക്ക് എത്തുകയായിരുന്നു. ശക്തമായ മഴയാണ് മലയോര മേഖല, തീരദേശ മേഖലയിലൊക്കെ ഉണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഈ പറഞ്ഞതുപോലെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച സംഭവം ഉണ്ടായിരുന്നു. ഗതാഗത തടസ്സമുണ്ടായി. കാട്ടാക്കട ഉൾപ്പെടെയുള്ള സ്ഥലത്ത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. അതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞത്. അതേസമയം രാത്രി വൈകിയാണ്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പലയിടത്തും വൈദ്യുത ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചത്. അതേസമയം നഗരപ്രദേശങ്ങളിൽ ഇനിയും വൈദ്യുതി എത്താത്ത സ്ഥലങ്ങൾ ഉണ്ട്. കാരണം അവിടെ ഇപ്പോഴും മരങ്ങൾ കടപുഴകി അത് വെട്ടിമാറ്റിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പാറശാല, കാട്ടാക്കട, നെയ്യാറ്റിൻകര ഫയർ സ്റ്റേഷനിലായി ഏകദേശം മരം ഒടിഞ്ഞതുൾപ്പെടെയുള്ള 60-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മഴ, ഒരു ചുരുങ്ങിയ സ്ഥലത്തുണ്ടാകുന്ന മഴ, അവിടെ കൂടുതൽ ശക്തമായി മഴവെള്ളം വരുന്നൊരു സാഹചര്യം ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലായ കൃഷിയിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ളത്. ഈ പറയുന്ന കത്തിപ്പാറ, ചങ്കിലെ, മുതുവാൻകോണം, കളത്തൂർ തുടങ്ങിയ ഏലകളിലൊക്കെ വെള്ളം കയറിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഒപ്പം തമിഴ്നാട് തീരപ്രദേശത്തായ തമിഴ്നാട് ജില്ലയോട്, കന്യാകുമാരി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ് ഈ പറയുന്ന തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്രദേശം, നെയ്യാറ്റിൻകര താലൂക്കൊക്കെ. അവിടെയും ഈ പറയുന്ന ഒരു അതിർത്തിക്ക് അപ്പുറം ഒരു പ്രകൃതി പ്രതിഭാസം വളരെ എല്ലായിടത്തും ശക്തമായി തന്നെ ബാധിച്ചു. അവിടെയുള്ള ജനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയായിരുന്നു. പല ഈ പറയുന്ന മാലക്കോട് ഭാഗങ്ങളിലൊക്കെ ഇന്നലെ ഉണ്ടായ കാറ്റത്ത് മേൽക്കൂര പോലും പൊളിഞ്ഞുപോയ അവസ്ഥ ചില സ്ഥലങ്ങളിൽ ഉണ്ടായതായും നമുക്ക് രാത്രി വിവരം ലഭിച്ചിരുന്നു. അഭിലാഷ്, എന്തായാലും ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഉച്ചതിരിഞ്ഞ് മഴയ്ക്ക് കൂടുതൽ സാധ്യത ഉണ്ടാകും. കാരണം ഇപ്പോഴും മേഘാവൃതമായ ഒരു അവസ്ഥ തന്നെയാണ്, മൂടിക്കെട്ടിയ അവസ്ഥ തന്നെയാണ് പലയിടങ്ങളിലും. ഒപ്പം റോഡുകൾ പലതും പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രാദേശിക മേഖലകളിലുള്ള പല റോഡുകളും ഇപ്പോഴും വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും മഴ ജാഗ്രതാ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളുമായി ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന തീരദേശ മേഖലകളിലും മഴ ഉണ്ട്. മത്സ്യത്തൊഴിലാളികൾ